ഹലോ ഗായ്സ്, ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ വല്ലാർപാടം പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നേ. കൊച്ചിനെ അടിമ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പള്ളിയിൽ പോയത്. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഒരു തിരിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. വല്ലാർപാടത്തമ്മയുടെ ഐതിഹ്യം എൻ്റെ അറിയിലുള്ളത് ഞാനിപ്പോൾ പറയാം കേട്ടോ. 1752 നടന്ന മീനാക്ഷി അമ്മയുടെ കഥയാണ്. വല്ലാർപാടം സ്വദേശിയായ പള്ളിയാടി മീനാക്ഷി അമ്മയും മകനും കൂടി ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ആ ബോട്ട് ചുഴലിപ്പെട്ടിട്ട് മുങ്ങിപ്പോയി. അങ്ങനെ ഈ അമ്മയും മോനും കായലിൻ്റെ അടിയിൽ അകപ്പെട്ട് അവരെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആയുഷ്കാലം മുഴുവനും വല്ലാർപാടത്തമ്മയുടെ അടിമകളായിട്ട് കഴിയാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കും 3 ദിവസത്തിന് ശേഷം വലയിൽ കുടുങ്ങിയിട്ട് ജീവനോടെ ഇവരെ കണ്ടെത്തി എന്നാണ് കേട്ടോ വിശ്വാസം. ഈ സംഭവത്തിന് ശേഷം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ മീനാക്ഷി അമ്മയുടെയും മകൻ്റെയും ചിത്രം പള്ളിയിൽ മാതാവിൻ്റെ കൂടെ തന്നെ ആ ഫോട്ടോയിൽ കാണാം കേട്ടോ സൈഡിൽ. അപ്പോൾ ഞങ്ങൾ അടുത്തത് അടിമ കൊടുക്കാനായിട്ട് പോണേ കേട്ടോ. ഈ മീനാക്ഷി അമ്മയുടെ ഐതിഹ്യത്തെ തുടർന്നിട്ടാണ് പിന്നീട് അടിമ സമർപ്പണ ആചാരത്തിൽ വന്നതെന്നാണ് അറിയപ്പെടുന്നത്. കുഞ്ഞിനെ അടിമ കൊടുക്കാൻ വന്നതാണേ. അങ്ങനെ കുഞ്ഞിനെ അടിമ കൊടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു മരം വെച്ചിട്ടുണ്ടായിരുന്നേ, മരത്തടി, കൊടിമരത്തിൻ്റെ ഭാഗമാണത്. 1676 ജലപ്രളയത്തിൽ പഴയ പള്ളിയിലെ മാതാവിൻ്റെ ചിത്രം കായലിൽ ഒഴുകി നടക്കെ കൊച്ചി രാജാവിൻ്റെ പ്രധാന മന്ത്രി ആയിരുന്ന പാലിയത്തച്ഛൻ ആ ചിത്രം വീണ്ടെടുത്തിട്ട് വിശ്വാസികൾക്ക് കൊടുത്തിട്ട് പുതിയ പള്ളി പണിയാനായിട്ട് 1 ഏക്കർ 41 സെൻറ്റ് സ്ഥലവും ദാനമായിട്ട് നൽകി. ആ ചിത്രം കൈമാറിയ സ്ഥലത്ത് പുതിയ പള്ളി നിർമ്മിക്കാനായിട്ട് തേക്ക് കൊണ്ട് കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. ആ കൊടിമരമാണ് അവിടെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇപ്പുറത്ത് വന്ന് തിരിയും കത്തിച്ചായിരുന്നേ. 2 പള്ളി ബാക്കിലും ഒരു പള്ളിയുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ആ കിണറ്റിൽ വെള്ളമൊക്കെ ഇച്ചിരി കുടിച്ചായിരുന്നു. ഇപ്പുറത്തെ വലിയ പള്ളിയുടെ അങ്ങോട്ട് നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. അത് ലാസ്റ്റ് ഞാൻ കയറി മുട്ടയിലൊക്കെ നിരങ്ങി, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വല്ലാർപാടത്തമ്മയെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം നടക്കും.